സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തിൻ്റെ അടുത്ത് തന്നെ, അഥവാ മാളികപ്പുറം ദേവീക്ഷേത്രത്തിൻ്റെ പിന്നിലായിട്ട് ഒരു മണിമണ്ഡപം എന്നൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തെക്കുറിച്ച് ഏറെ വൈവിധ്യമാർന്ന മിത്തുകൾ പ്രചരിക്കുന്നുണ്ട്. അത് അയ്യപ്പന അവിടെ സമാധിയിരുന്ന സ്ഥലമാണ് എന്നും അവിടെ നിന്നാണ് പിന്നീട് ശബരിമലയിലേക്ക് വന്നത് എന്നും, അതല്ലാതെ കണ്ട് അയ്യപ്പൻ്റെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് മറ്റ് ചില വിഷയങ്ങളുമൊക്കെ തന്നെ മണിമണ്ഡപത്തിൽ അല്ലെങ്കിൽ മണിമണ്ഡപത്തെക്കുറിച്ച് പ്രചരിച്ച് വരുന്നുണ്ട്. ഒരുപക്ഷെ അയ്യപ്പൻ ആദ്യമായി അവിടെ ചെന്നിരുന്നതായിരിക്കാം, അല്ലെങ്കിൽ വിഗ്രഹത്തിലേക്ക് വിലയം പ്രാപിക്കുന്നതിന് മുൻപ് അയ്യപ്പൻ്റെ സാന്നിധ്യം അവിടെ ആ മണിമണ്ഡപത്തിൻ്റെ തൊട്ട് പിന്നിലായിട്ട് ഒരു കൊട്ടാരത്തിൽ നിന്ന് വന്നുള്ള ആൾക്കാർക്ക് ഇരിക്കാനൊരു അല്ലെങ്കിൽ നിൽക്കാൻ അല്ലെങ്കിൽ മുമ്പ് താമസിച്ചിരുന്ന ഒരു കെട്ടിടമുണ്ട്. അപ്പോൾ ആ കെട്ടിടം ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ അവിടത്തേക്കാണോ അയ്യപ്പൻ വന്നിരുന്നത്, അല്ലെങ്കിൽ അയ്യപ്പൻ വന്നിരുന്ന സ്ഥലത്ത് കെട്ടിടം പണിതതാണോ, ഇങ്ങനെയൊക്കെ വേണം ചിന്തിക്കാമെങ്കിലും ഇവിടെ മണിമണ്ഡപത്തിന് എന്തായാലും ഒരു പ്രാധാന്യമുണ്ട്. അതെന്തുമാകട്ടെ, അത് ചില യോഗികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് അവിടെ അഭൗമമായ ചില തേജസ്സുണ്ട് എന്നാണ്. അങ്ങനെ പലർക്കും അനുഭവത്തിലുണ്ട് താനും. ഈ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടും നമുക്ക് ഒരു മനസ്സിലാക്കാവുന്ന വിഷയം, ഒരു തേജസ്സോടു കൂടിയിട്ടുള്ള ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ ശ്രീകോവിലും മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവിലും അതുപോലെ തന്നെ ഒരു പ്രാധാന്യമുള്ള, ഒരുപക്ഷെ മറ്റ് നാഗങ്ങളും ഗണപതിയും പിന്നെ ഇതൊക്കെ നവഗ്രഹങ്ങളും ഒക്കെ തന്നെ കൂടാതെ കണ്ട് മൂന്നാമതൊരു സ്ഥാനം മണിമണ്ഡപത്തിന് ശബരിമലയിൽ പറയാറുണ്ട്. ആ മണിമണ്ഡപം ഒരുപക്ഷെ അയ്യപ്പൻ്റെ തേജസ് അവിടെയാണ് ആദ്യമായിട്ട് സ്വയംഭൂവായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലോ ഒക്കെ നിലനിൽക്കുന്നത് എങ്കിൽ അതിന് ഒരു ശാസ്ത്രീയതയുമുണ്ട്. ഒരു ദേവതാ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ കേരളത്തിൽ പല ക്ഷേത്രങ്ങൾക്കും ഒരു മൂലസ്ഥാനം ഉണ്ടായിരിക്കും. ആ മൂലസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാരാനുഷ്ഠാനങ്ങൾ മുഴുവൻ നടക്കുന്നത് ഇപ്പോഴ് പ്രശസ്തമായിട്ടുള്ള സ്ഥലത്തായിരിക്കാം. ആ ദേവി അല്ലെങ്കിൽ ദേവൻ വന്നിരുന്ന സ്ഥലമെന്നോ അല്ലെങ്കിൽ ആ ദേവതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതോ ഒരു ചൈതന്യത്തിൻ്റെ അംശം നിലനിൽക്കുന്ന സ്ഥാനമാണ് മൂലസ്ഥാനമായിട്ട് കണക്കാക്കുക. അതുപോലെ അയ്യപ്പസ്വാമിയുടെ ഒരു അദൃശ്യമായ സാന്നിധ്യം ആ മണിമണ്ഡപത്തിനുണ്ട്. അവിടെ വിവാദപരമായിട്ടുള്ള പല പരാമർശങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അതെന്ത് എന്നതിനേക്കാൾ അപ്പുറത്ത് അവിടെ ഒരു ചൈതന്യമുണ്ട് എന്നതിന് പ്രാധാന്യം കൊടുക്കുക, അവിടെ ചെല്ലുമ്പോൾ ആ ദിവ്യമായ തേജസ്സിനെ നമ്മളൊന്ന് സ്മരിക്കുക, ആ തേജസ് നമുക്കും ഒരു ഊർജ്ജമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് മണിമണ്ഡപത്തെക്കുറിച്ച് പറയാനുള്ളത്. സ്വാമിയേ ശരണമയ്യപ്പ.